അത് ഇങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ വളരെ കൃത്യമായ ആരോഗ്യം നിങ്ങൾക്ക് പരിപാലിക്കാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ പോലും നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നുണ്ട്. നമ്മൾ പ്രകൃതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട് രാവിലെ എണീറ്റ് വെള്ളം കുടിക്കണമെന്ന് പറയും, എപ്പോഴും എണീറ്റുണ്ട് എംപ്റ്റി സ്റ്റൊമക്ക്. പിന്നെ കുറച്ച് വർക്കൗട്ട് ചെയ്യണം, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഇത്രയും പൊക്കോ കൊണ്ടൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒരു അല്ലേ ഒരു പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും ഒരു സൈഡ് കൂടെ പോലും പോകാതിരുന്നത് അതിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കാം. പക്ഷെ അത് നമ്മളുടെ പ്രായം ഇതെല്ലാം കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ സമിതിയുടെ ഈ ഒന്ന് രണ്ട് ചെറിയ ടിപ്സാണ് എനിക്ക് പറഞ്ഞു തന്നത്. എന്നെ BNA ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. നമ്മുടെ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ കൺസോർഷ്യം ഉണ്ട്, അതിൻ്റെ ഒരു മെമ്പർ ഞാനുമാണ്, അദ്ദേഹം ഒരു മെമ്പറാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടപ്പോഴാണ് നേരിട്ട് കണ്ടപ്പോൾ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ എന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പുള്ളിയോട് ഞാൻ പങ്കുവച്ചു. അപ്പൊ പുള്ളി കുറച്ച് സജഷൻസും കുറച്ച് ഒപ്പീനിയൻസും എനിക്ക് പറഞ്ഞു തന്നു. അപ്പം അതുകൊണ്ട് മാത്രം ആ ചെറിയ കാര്യങ്ങൾ കൊണ്ട് മാത്രം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. ഇവനൊരു ചെറിയ ഒരു സംശയം ഉണ്ടെങ്കിൽ പോലും ഞാൻ വിളിച്ച് ചോദിക്കാറുണ്ട് സമിതിക്കട. അങ്ങനെ ഒരു അടുത്ത ബന്ധമാണ്. അപ്പോഴാണ് ഈ ഒരു പഴയ ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്. എന്റെ ഒരു സുഹൃത്ത് രാജകുമാരിയുടെ ഡയറക്ടറായിരുന്ന ആദർശമായിട്ടാണ് ആദ്യമായിട്ട് ഒരു സൗഹൃദ സംഭാഷണത്തിന് പോകുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോഴാണ് വീണ്ടും ഇവിടെ അദ്ദേഹം ഒരു വലിയ സ്ഥാപനം നമ്മുടെ തിരുവല്ലത്തിനടുത്ത് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം കാണാൻ വന്നിരുന്നു. വളരെ സന്തോഷം. അദ്ദേഹത്തിന്റെ ഒരു വളർച്ച ഞാൻ ഒരു 3 വർഷം മുമ്പ് കണ്ടു തുടങ്ങിയതാണ്. അപ്പൊ അതിൽ നിന്ന് ഇത്രയും വലിയൊരു പ്രസ്ഥാനം എനിക്കൊന്ന് ഇലക്ട്രിക് ഹോമിയോയില് വേറെ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ വേറെ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലില്ല. അപ്പൊ ആ ഒരു സ്ട്രീമിനെ ഇത്രയും അധികം സ്നേഹിക്കുകയും ഇത്രയും അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ വരുന്ന പേഷ്യൻസിന് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. സാമ്പത്തികം മാത്രം നോക്കാതെ. അപ്പൊ അതുകൊണ്ടൊക്കെ കൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രസ്ഥാനം വളരെ നമ്മുടെ ഈ തിരുവനന്തപുരത്തിന്റെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് വേണ്ടി നൽകിയ സമിതിക്ക് നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് നല്ല കൈയടി കൊടുക്കുക അല്ലേ. അതൊരു മനുഷ്യസ്നേഹിയായിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്. വളരെ സന്തോഷം ഈ ഒരു പരിപാടിയിൽ വിളിച്ചതിന്. അപ്പോ സമിതിക്കയുടെ ഈ ഒരു ഹോസ്പിറ്റൽ എലമെന്റ്സ് പാരമ്പര്യ വൈദ്യമായിട്ട് അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാലം മുതൽ മുതിർച്ചന്റെ കാലം മുതലൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അദ്ദേഹമാണ് അതിനൊരു ബ്രാൻഡ് ചെയ്ത് എലമെന്റ്സ് എന്ന് ബ്രാൻഡ് ചെയ്ത് ഇങ്ങനൊരു രീതിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോ കൂടുതൽ ഉയരങ്ങളിലേക്ക് വലിയ പ്രസ്ഥാനമായി മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വലിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു.